കണ്ണിന് കൗതുക കാഴ്ചയായി മൂട്ടിപ്പഴം പഴുത്ത് പാകമായി നിൽക്കുന്നു. ചെറുപുഴ പുളിങ്ങോം ഭാഗത്ത് നിന്ന് 1 കിലോമീറ്ററോളം അകലെയുള്ള കാട്ടിനുള്ളിലാണ് ഈ അപൂർവ വനഫലം നിറഞ്ഞു നിൽക്കുന്നത്. മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി, മൂട്ടിക്കായ്പൻ, കുന്തപ്പഴം തുടങ്ങിയ നിരവധി പേരുകളാണ് ഈ പഴം വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത്. ബക്കൗറിയ കോട്ടലൻസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ചെടി ദക്ഷിണേന്ത്യയിലെ നിത്യഹരിത വനങ്ങളിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. പഴയകാലങ്ങളിൽ ആദിവാസി സമൂഹവും വേട്ടയ്ക്കായി കാട്ടിൽ പോകുന്നവരുമാണ് പ്രധാനമായും ഈ പഴം ഉപയോഗിച്ചിരുന്നതെന്ന് കർഷകനായ പീറ്റർ ജോസഫ് പറഞ്ഞു. സമീപകാലത്താണ് മലയോര മേഖലകളിലെ ജനങ്ങൾ മൂട്ടിപ്പഴത്തിന്റെ രുചിയും ഗുണങ്ങളും കൂടുതൽ തിരിച്ചറിഞ്ഞത്. ഒരു കാലഘട്ടങ്ങളിൽ കാട്ടിൽ പോകുന്ന ജനങ്ങൾ വിറക് ശേഖരിക്കാനൊക്കെ പോകുമ്പോൾ അത് അതായത് അന്നേരത്തെ വിശപ്പിന് വേണ്ടി പറിച്ചു തിന്നുകയും അല്ലെങ്കിൽ വളരെ വിരളമായിട്ട് മാത്രം അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനമായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് എല്ലായിടത്തും എത്തി. ഇപ്പോൾ നാട്ടിലൊക്കെ അത് വളർക്കായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം അൾസർ പോലെയുള്ള രോഗികൾക്ക് ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഈ മൂട്ടിപ്പുള്ളിയുടെ ഇല അത് ചതവിനൊക്കെ മരുന്നായിട്ട് നമ്മൾ അരച്ചിടുന്നുണ്ട്. ഉപ്പും മൂട്ടിപ്പുള്ളിയുടെ ഇലയും കൂടെ ചതവിനൊക്കെ നീർക്കെട്ടൊക്കെ ഉള്ളിടത്ത് വളരെ വിധമായിട്ട് ഈ ആദിവാസികൾ പണ്ട് മുതലേ ചികിത്സയ്ക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നൊരു സാധനമാണ്. മരത്തിന്റെ തടിയിലാണ് പൂക്കൾ വിരിയുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ചുവപ്പ് നിറത്തിലുള്ള ദളങ്ങളില്ലാത്ത പൂക്കൾ വിരിയുന്നത്. പഴുത്തെത്തുമ്പോൾ ഫലത്തിന് കടും ചുവപ്പ് നിറമാകും. മറ്റ് വൃക്ഷങ്ങളെപ്പോലെ ശിഖരങ്ങളിൽ കൂടുതലായി കായ്ക്കാതെ മരത്തിന്റെ തായ്തടിയുടെ മൂട്ടിൽ നിന്ന് മുകളിലേക്ക് കൂട്ടമായി പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നതാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന പേര് ലഭിക്കാൻ കാരണം. പുളിപ്പും മധുരവും കലർന്ന രുചിയുള്ള ഈ പഴം മലയണ്ണാൻ, കുരങ്ങ്, കരടി തുടങ്ങിയ മൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണവുമാണ്. രൂപത്തിൽ റംബൂട്ടാനുമായി സാമ്യമുള്ള മൂട്ടിപ്പഴത്തിന്റെ കട്ടിയുള്ള തോട് പൊളിച്ചാണ് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗം ഭക്ഷിക്കുന്നത്. തോടുപയോഗിച്ച് അച്ചാർ തയ്യാറാക്കാനും കഴിയും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പഴം ഗുണകരമാണെന്ന നാട്ടുവിശ്വാസവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.